അന്തി വിളക്കല്ലേ നീ, അങ്ങനെ കുറെ നാൾക്ക് ശേഷം മലയാളത്തിലെ ഒരു നല്ല അടിപൊളി ഐറ്റം സോങ് വന്നിരിക്കുകയാണ്. മസ്തിഷ്കമരണം കൃഷ്ണാന്തിന്റെ പടമാണ്. കൃഷ്ണാന്തിന്റെ മുമ്പുള്ള സിനിമകൾ, അതായത് പുരുഷപ്രേതം, വൃത്താകൃതിയിലുള്ള ചതുരം, അതുപോലെ തന്നെ ഈ ക്രോണിക്കിൾ ഓഫ് 4.5 ഗ്യാങ്, ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആ ഡയറക്ടറുടെ സിനിമകൾ ഏത് രീതിയിലുള്ള പടങ്ങളാണ് നന്നായിട്ട് അറിയാം. സോ മസ്തിഷ്കമരണത്തില് എനിക്ക് തോന്നുന്നില്ല പ്രശാന്ത് എന്താണ് നമ്മൾ മറ്റ് എന്റർടൈൻമെന്റ് പടങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു ഐറ്റം ഡാൻസ് അങ്ങനെ കുത്തിക്കേറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മാത്രമല്ല, അയാളുടെ പടങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ആരും അങ്ങനെ വിചാരിക്കൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഡാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതൊരു റേജ് ബെയിറ്റ് ആവാം. ഇപ്പൊ നമ്മൾ ടോക്സിക്കിന്റെ എല്ലാം ടീസർ കണ്ടില്ലേ, റേജ് ബെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഇത് റേജ് ബെയിറ്റ് ഒന്നും അല്ല, ഒരു ഐറ്റം ഡാൻസ് തന്നെ കാണിച്ചതാണെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം? ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണ് സാധാരണ സിനിമകളിലൊക്കെ ഐറ്റം ഡാൻസ് ഉണ്ടാവുക. മലയാളത്തിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും സിറ്റുവേഷൻ യോജിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ പാട്ട് പോവുക. നമ്മൾ തെലുങ്കിലെല്ലാം കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നായികയുടെ അച്ഛൻ മരിച്ചിട്ട് തൊട്ടടുത്ത സീനിൽ ഐറ്റം ഡാൻസ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മലയാളത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, മലയാളത്തിലെ ഐറ്റം ഡാൻസിൽ അത്യാവശ്യം നല്ല അടിപൊളി പാട്ടുകളാണ്. ആക്ച്വലി 2000-ന് ശേഷമുള്ള മലയാള സിനിമ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരുവിധം എന്റർടൈൻമെന്റ് പടങ്ങളിലൊക്കെ ഐറ്റം ഡാൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പാട്ടുകളാണ്. പിന്നെ ഈ ഐറ്റം ഡാൻസിൽ ഈ എന്താണ് സ്ത്രീകളെ എന്താണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലേ ഈ ഐറ്റം ഡാൻസ് കേട്ട് ഒന്ന് തുള്ളി ആൾക്കാരൊക്കെ ആയിരിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആർക്കാരും തുള്ളാൻ തോന്നൂലേ? മലയാളത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഹിന്ദി പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല്, തമിഴ്, തെലുങ്ക്, കന്നഡ പടങ്ങള്, ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ ഭാഷയിലുള്ള പടങ്ങളിലും പാട്ട് അല്ലെങ്കിൽ ഐറ്റം ഡാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ലോക സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യൻ സിനിമയിലാണ് ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം, അതായത് സിനിമയിലെ പാട്ട് എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഹോളിവുഡ് പടം, ഇപ്പോ നമ്മുടെ അർണോൾഡിന്റെ ഒരു ഹോളിവുഡ് പടം, ടെർമിനേറ്ററില് ഇങ്ങനെ സങ്കല്പിക്കുക, ഇപ്പോ അർണോൾഡിന്റെ അച്ഛൻ മരിച്ചുപോയി. അന്നേരം അർണോൾഡ് ഇങ്ങനെ ഒരു വെള്ള ഷർട്ടല്ല, ഇങ്ങനെ ഫുൾ സ്ലീവ് ഷർട്ടെല്ലാം ഇട്ട് ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട് വികാര നൗകയുമായി, അങ്ങനെ ഒരു സീൻ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മലയാളത്തിൽ നോക്കിയേ, മലയാളത്തില് ഇപ്പൊ നെടുമുടി വീണ് മരിച്ചുപോയി, അപ്പൊ ലാലേട്ട ഇങ്ങനെ വരുന്ന മുണ്ട് ഷർട്ടെല്ലാം ഇട്ട് ഇങ്ങനെ തലകുണിച്ചിട്ട് ഇന്നലെ എന്റെ നെഞ്ചിലെല്ലാം ആ പാട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഇമോഷൻ കുറച്ചുകൂടി ഇന്റൻസിഫൈ ആവും. അതിനാണല്ലോ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ പാട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോ സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും, ഹാപ്പിനെസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, പ്രേമമാണെങ്കിൽ ഒടുക്കത്തെ പ്രേമമായിരിക്കും. ഈ എന്താണ് സിറ്റുവേഷനെ കുറച്ചുകൂടി ഇന്റൻസിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ മ്യൂസിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സിറ്റുവേഷൻ ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഐറ്റം സോങ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാനെല്ലാം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന